ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ പുറത്ത് കോഫി ഷോപ്പിൽ നിന്നൊക്കെ ഒത്തിരി റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്ന ഫ്രാപ്പിച്ചിനോയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ക്യാരമൽ ഫ്രാപ്പിച്ചിനോ ആണ്. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം 250 ml ആണ് കേട്ടോ. 250 ml വെള്ളത്തിനകത്തോട്ടേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോഫി പൗഡർ ഇട്ടിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രീസറിനകത്തോട്ടേക്ക് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രീസറിനകത്ത് വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഐസ് ക്യൂബ്സ് പോലെ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്തോടേക്ക് സെപ്പറേറ്റ് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം എപ്പോഴും ഈ ഒരു കോഫി മിക്സ് റെഡിയാക്കി ഫ്രീസറിനകത്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടേക്കുള്ള ക്യാരമൽ തയ്യാറാക്കി എടുക്കണം. ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിനകത്തോട്ടേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പോൾ ബ്രൗൺ ഷുഗറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ഷുഗറായിട്ട് ഉപയോഗിക്കാം, അതില്ലെങ്കിൽ സാധാരണ നോർമൽ വൈറ്റ് ഷുഗർ ഉപയോഗിച്ചാലും മതി. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് നമ്മൾ 1/4 കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് ഫ്ലെയിം നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ക്യാരമൽ പെട്ടെന്ന് റെഡിയാകും, പക്ഷേ ആ ഒരു ക്യാരമലിന് ഒരു കയ്പ്പ് രസം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ മിക്കവരും പറയാറുണ്ട് ക്യാരമലിന് കയ്പ്പ് രസം വരുന്നുണ്ടെന്നുള്ളത്. അതിന് പ്രധാന കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ ഒരു കളർ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി നേരം കുക്ക് ചെയ്യരുത്. ഇതിനകത്തോട്ടേക്ക് ഈ സമയത്ത് നമ്മൾ 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് ഞാനിപ്പോൾ സാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ കൂടുതൽ നേരം കുക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് കുറച്ച് ബാക്കി വന്ന ക്രീമാണ് ഇത്. ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ ക്രീം ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമായിരുന്നു. ഇതിലോട്ടേക്ക് ഞാൻ കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പി ആയിരുന്നു, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. അത് നിങ്ങൾ സാധാരണ നമ്മുടെ മിൽക്കി ബാറൊക്കെ ഇല്ലേ, അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു 4 ക്യൂബ്സൊക്കെ ധാരാളമാണ്. അതിനുശേഷം ഇതിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ക്യാരമൽ സോസിൽ നിന്നും വളരെ കുറച്ച് 1-2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി, ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ കോഫി മിക്സിൽ നിന്നും 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്ന് കുറച്ച് ലൂസായിട്ട് വരും. അപ്പോൾ നമ്മളൊന്ന് ഫ്രീസറിനകത്തോട്ട് വെച്ചാൽ മതി. കാരണം ഇതിനകത്ത് ഓൾറെഡി ബട്ടറിൻ്റെ കണ്ടൻറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ഫ്രീസറിനകത്തോട്ടേക്ക് വെക്കുമ്പോൾ നല്ല തിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്രീസറിനകത്ത് വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കുക. അതുപോലെ ക്യാരമൽ സോസ് ചൂടാറിയ ശേഷം മാത്രം വിപ്പിംഗ് ക്രീമിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാൻ നോക്കുക. അപ്പോൾ ഞാനിത് ഫ്രീസറിനകത്തോട്ടേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിനകത്തോട്ടേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കോഫിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യാനുസരണം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഒരു ഇത്തിരി വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരമൽ സോസ് ഇതിനകത്തും നമ്മൾ ആഡ് ചെയ്യും. ക്യാരമലാണ് ഇതിന് മെയിൻ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ 2-3 സ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് അടിച്ചെടുക്കും. 1-2 മിനിറ്റെങ്കിലും അടിച്ചെടുക്കണം. അതായത് നല്ല പതഞ്ഞ് വരുന്ന രീതിയിൽ വേണം നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിനകത്ത് വെച്ച് വീണ്ടും ഒന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഗ്ലാസ് എടുക്കാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീം സ്പൂണിൽ വെച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പൈപ്പിംഗ് ബാഗൊന്നും ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് പൈപ്പിംഗ് ബാഗ് നോസിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഡിസൈൻസ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ടോപ്പിംഗ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ക്യാരമൽ സോസാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഫ്രാപ്പിച്ചിനോ മിക്സ് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കഴിഞ്ഞാൽ ടോപ്പിംഗ്സിൽ ഞാനിപ്പോൾ കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈപ്പിംഗ് ബാഗിൽ നോസിൽസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ കഴിക്കാനൊക്കെ ഉള്ളതായതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ ആ ക്യാരമൽ സോസ് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കോഫി ഷോപ്പിൽ നിന്നൊക്കെ ഒത്തിരി റേറ്റിലാണ് നമ്മൾ ഈ ഫ്രാപ്പിച്ചിനോ വാങ്ങിച്ചു കുടിക്കുന്നത്. ഇത് നമ്മൾ ഈ വീട്ടിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.